ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹാർഡ്വെയർ സൊല്യൂഷൻ ടു ക്രിട്ടിക്കൽ സെക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹാർഡ്വെയർ സൊല്യൂഷനാണ്. നോക്കാം എന്താണ് ഹാർഡ്വെയർ സൊല്യൂഷൻ എന്നത്. ജസ്റ്റ് നമ്മൾ മെഷീൻ ഇൻസ്ട്രക്ഷൻസിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് സൊല്യൂഷൻസാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെന്നൊക്കെ നോക്കാം കേട്ടോ. Hardware solutions of critical section probably rely on machine instructions. Normally access to memory location exclude other access to that same location. നമ്മളിവിടെ പറയുന്നത് മെഷീൻ ഇൻസ്ട്രക്ഷൻ്റെ ബേസിലാണ് നമ്മൾ ഹാർഡ്വെയർ സൊല്യൂഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മെമ്മറിയിലുള്ള ഒരു 5th ലൊക്കേഷൻ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ വേറെ ഒരു ലൊക്കേഷനിൽ ആക്സസ് ചെയ്യാൻ പാടില്ല. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഒരാൾ ചെയ്യുമ്പോൾ വേറൊരാളിൽ ഇൻ്ററപ്റ്റ് ചെയ്തിട്ടൊന്നും ആക്സസ് ചെയ്യാനൊന്നും പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഡിസൈനേഴ്സ് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു മെമ്മറിയിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുമ്പോൾ റീഡിങ് ചെയ്യും, റൈറ്റിംഗ് ചെയ്യും. അപ്പോൾ റീഡിങ്ങും റൈറ്റിങ്ങും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. അതായത് നമ്മൾ മെമ്മറിയിൽ നിന്ന് ഒരു ടൈമിൽ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് ചെയ്യുന്നില്ലല്ലോ. റീഡിങ് കഴിഞ്ഞിട്ട് റൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ റൈറ്റിംഗ് കഴിഞ്ഞിട്ട് റീഡ് ചെയ്യും. ആ രീതിയിലാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ടാണ് ഈ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ടെസ്റ്റ് ആൻഡ് സെറ്റ് ആൻഡ് കമ്പയർ ആൻഡ് സ്വാപ്പ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസാണ്. റീഡിങ് റൈറ്റിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ആൻഡ് സെറ്റ്, അതേപോലെ കമ്പയർ ആൻഡ് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസാണ്. എങ്ങനെയാണ് ഇത് ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ടൈം വരുമ്പോൾ എങ്ങനെയാണ് ഇത്തരം ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം, ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റിംഗ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്തോ ഒരു കാര്യം മെമ്മറി ലൊക്കേഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി അത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കും. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവും, ടെസ്റ്റ് ചെയ്യുക, സെറ്റ് ചെയ്യുക. ജസ്റ്റ് എന്തോ ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻസ് പെർഫോം ബോത്ത് ദീസ് ടാസ്ക് ഇൻ സിംഗിൾ മെഷീൻ ഇൻസ്ട്രക്ഷൻസ്. നമ്മളൊരൊറ്റ സിംഗിൾ മെഷീൻ ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് ഈ ടെസ്റ്റിനെയും സെറ്റിനെയും. ആക്ച്വലി ഇതെന്തൊക്കെയാണ്, ടെസ്റ്റ് ചെയ്യാനുണ്ട്, സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ്ററപ്റ്റ് പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റിനെയും സെറ്റിനെയും സിംഗിൾ മെഷീൻ ഇൻസ്ട്രക്ഷൻ ആക്കിയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വിച്ച് കനോട്ട് ബി ഇൻറ്ററപ്റ്റഡ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓപ്പറേറ്റ്സ് ഓൺ എ സിംഗിൾ ബൂലിയൻ വേരിയബിൾ. സോ ഒറ്റ ബൂലിയൻ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. 0 ആണെങ്കിൽ 0 അസൈൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ 1. ഇത് രണ്ടുമാണല്ലോ പോസിബിൾ ആവുള്ളൂ ബൂലിയൻ വേരിയബിളിൻ്റെ കേസിൽ. The test and set instructions set a boolean variable to true and return old value as single atomic operation. അതായത് നോൺ ഇൻറ്ററപ്റ്റബിൾ ആയിട്ട് ഒന്ന് ചെയ്യുമ്പോൾ മറ്റേത് ഇടയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ. Thus, if the boolean variable has value false, it replaces with true and return the old value false. Otherwise, its value is not changed and true is returned. അതായത് നമ്മളൊരു പ്രാവശ്യം ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ പോയിട്ട് പിന്നെ ഫാൾസ് ആയിട്ട് അടുത്താക്കി ചാൻസ് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഫോളോയിങ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ആറ്റമിക് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻസ്. എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ബൂളിയൻ ടെസ്റ്റ് ആൻഡ് സെറ്റ്, ബൂളിയൻ ടാർഗറ്റ് ആയിട്ടുള്ള വേരിയബിൾ കൊടുത്തു. ദെൻ ബൂളിയൻ റിട്ടേൺ വാല്യൂക്ക് ടാർഗറ്റ് കൊടുത്തു. ദെൻ ടാർഗറ്റ് ട്രൂ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ വാല്യൂ റിട്ടേൺ ചെയ്തു. അപ്പോൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇഫ് മൾട്ടിപ്പിൾ പ്രോസസ് ആക്സസ് ടു ദ സെയിം മെമ്മറി ലൊക്കേഷൻ ആൻഡ് ഇഫ് എ പ്രോസസ് ഈസ് കറൻ്റ്ലി പെർഫോമിംഗ് ടെസ്റ്റ് ആൻഡ് സെറ്റ്. ഇനി നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സിൻ്റെ കേസ് വരികയാണെങ്കിൽ നമ്മൾ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുമ്പോൾ, സെയിം മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ആൻഡ് സെറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നോ അതർ പ്രോസസ് മേ ബിഗിൻ അനദർ ടെസ്റ്റ് ആൻഡ് സെറ്റ് അൺടിൽ ദ ഫസ്റ്റ് പ്രോസസ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഫിനിഷ്ഡ്. ഇത് നമ്മൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ്റെ കേസിലും ക്രിട്ടിക്കൽ സെക്ഷനിലൊക്കെ പറഞ്ഞില്ലേ, ഈ പീറ്റർസൺസ് അൽഗോരിതം. ഓക്കെ, അതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു 2 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അവിടെ അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, P0യും P1ഉം. പക്ഷേ ഇവിടെ എന്താണ്, നമ്മൾ ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഒരിക്കലും ഒരു പ്രോസസ്സ് പെർഫോം ചെയ്യാൻ തുടങ്ങിയാൽ മറ്റേ ആൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ചെയ്യില്ല. ഒരാൾ ഫിനിഷ് ചെയ്തിട്ടേ മറ്റേ ആൾ ചെയ്യുള്ളൂ. Thus, two test and set instructions are executed simultaneously. They will executed sequentially in some arbitrary order. If the machine support test and set instruction, then we can implement mutual exclusion by declaring boolean variable lock initializer to false as listed below. ഇതിനകത്ത് ആദ്യം ബൂളിയൻ ലോക്ക് ഫാൾസ് ആണ്. ഫാൾസ് ആയ ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രോസസ്സിന് പെർഫോം ചെയ്യാം. എന്നിട്ട് അപ്പം എന്താവും, മറ്റേ ആൾ വെയിറ്റിംഗ് ലൂപ്പിലായിരിക്കും. അതായത് ലോക്ക് ട്രൂ ആയിട്ടുള്ള ആൾ ആരാണ്, അതായത് P1 ഇപ്പോൾ ട്രൂ ആണെങ്കിൽ അയാൾ എന്താണ് വെയിറ്റിങ്ങിൽ കിടക്കും.
അപ്പോൾ ഈ P0 എന്തെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ലോക്ക് ഫാൾസ് ആക്കി കൊടുക്കും. അപ്പോൾ ഈ ലോക്കുള്ള ആളുണ്ടല്ലോ അയാൾ പെർഫോം ചെയ്യും. അതായത് വെയിറ്റിങ്ങിലുള്ള ആൾ മറ്റേ ആൾക്ക് കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. കാരണം കൂടുതൽ നിങ്ങൾ ലോജിക്കൊന്നും ഇതിനകത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ജസ്റ്റ് കൺസെപ്റ്റ് എന്ത് ചെയ്താൽ ക്ലിയർ ചെയ്താൽ മതി. നമ്മളിവിടെ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓൾറെഡി റീഡിങ്ങും റൈറ്റിങ്ങൊക്കെ നമ്മൾ ചെയ്തതാണ്. അതേപോലെ തന്നെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊണ്ടുവരാൻ ടെസ്റ്റ്, സെറ്റ്, അതേപോലെ കമ്പയർ ആൻഡ് സ്വാപ്പ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് ടെസ്റ്റ് ആൻഡ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്താ ചെയ്യുന്നത്, ഒറ്റ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ലോക്ക് ചെയ്തിട്ട് ആൾ അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് മറ്റാൾ കഴിഞ്ഞിട്ട് അയാൾക്ക് ചെയ്യാമെന്നുള്ളൊരു ചാൻസ് ഇവിടെ കൊടുക്കുകയാണ് ചെയ്തത്. ഇനി P1ൻ്റെ കേസ് വരുമ്പോഴെന്തായി ബിസി വെയിറ്റിംഗ് ലൂപ്പിൽ ഒരാളുണ്ടായിരിക്കും. അത് നമ്മൾ മുന്നേ പീറ്റേഴ്സൺസ് അൽഗോരിതത്തിൽ പറഞ്ഞ പോലെയാണ്. ലോക്ക് കിടക്കുന്ന ആളെന്തായി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ പെർഫോം ചെയ്യും. ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ദി ക്രിട്ടിക്കൽ സെക്ഷനിൽ അടുത്ത ആൾ പെർഫോം ചെയ്യും. അങ്ങനെ ഏതായാലും ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത ആൾ എന്നുള്ള മീനിലാണ് പെർഫോമൻസ് നടക്കുന്നത്. ഓക്കെ, ഇതാകണം ഇവിടെ പറയുന്നുണ്ട്. ആദ്യം എന്താണ് ഷെയർഡ് വേരിയബിൾ ലോക്ക് ഈസ് ഇനീഷ്യലൈസ്ഡ് ഫാൾസ്. അതായത് നമ്മൾ വേരിയബിൾ ലോക്ക് ആദ്യം ഫാൾസ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. ദ ഓൺലി പ്രോസസ് ദാറ്റ് മേ എൻ്റർ ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് വൺ ദാറ്റ് ഫൈൻ ലോക്ക് ഈക്വൽ ടു ഫാൾസ്. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്ക് എന്താവണം, ഫാൾസ് ആവണം. ഓൾ അതർ പ്രോസസ് അറ്റംപ്റ്റിംഗ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഗോയിങ് ടു ബിസി വെയിറ്റിംഗ് മോഡ്. ദിസ് കൈൻഡ് ഓഫ് ബിസി വെയിറ്റ് ഈസ് നോൺ ആസ് സ്പിൻ ലോക്ക്. ഈ ബിസി വെയിറ്റിങ്ങിനെ നമ്മൾ സ്പിൻ ലോക്ക് എന്ന് പറയും. എ ലോക്ക് വിച്ച് കോസസ് എ പ്രോസസ് ത്രെഡ് ട്രൈങ് ടു അക്വയർ ടു സിംപ്ലി വെയിറ്റ് ഇൻ എ ലൂപ്പ്. അതാണ് സ്പിൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് സ്പിൻ ലോക്ക് എന്ന് പറയുക. വൈൽ റിപ്പീറ്റഡ്ലി ചെക്കിങ് ഇഫ് ദ ലോക്ക് ഈസ് അവൈലബിൾ. ലോക്ക് അവൈലബിൾ ആണോ എന്ന് എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. വെൻ എ പ്രോസസ് ലീവ് ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ ഇറ്റ് റെസെറ്റ് ലോക്ക് ടു ഫാൾസ്. അറ്റ് ദിസ് പോയിന്റ് വൺ ആൻഡ് ഓൺലി വൺ ഓഫ് ദ വെയിറ്റിംഗ് പ്രോസസ് ഈസ് ഗ്രാൻറ്റഡ് ആക്സസ് ടു ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ. മറ്റേ ആൾക്ക് എന്തായി അവരുടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ദിസ് ചോയ്സ് ഓഫ് പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് പ്രോസസ് ഹാപ്പൻ ടു എക്സിക്യൂട്ട് ദ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. അവയിൽ അകത്ത് പറയുന്ന പോലെയാണ് അത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ലോക്ക് ഫാൾസ് ആണ്. അപ്പോൾ എന്താ ഈ ലോക്ക് ഫാൾസ് ആയ ആൾ ആരാണോ അവർക്ക് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോക്ക് ഉണ്ടല്ലോ അതിപ്പോൾ എന്താ ട്രൂ ആയിരിക്കും. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആണ് വെയിറ്റിങ്ങിലുള്ള ആൾ, അതായത് സ്പിൻ ലോക്കിലുള്ള ആൾ ചെയ്യുക. ഇതിനെയും കൺഫ്യൂഷൻ ആയി നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ പീറ്റേഴ്സൺസ് അൽഗോരിതം ഉണ്ടല്ലോ അത് പോയി നോക്കുക. അവിടെ നടക്കുന്ന അതേ സാധനം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ആ വീഡിയോ കാണാതെ കാണുമ്പോൾ പ്രത്യേകിച്ചും കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. കാരണം അവിടെ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്ക് ട്രൂ ആണോ ഫാൾസ് ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബൂളിയൻ ചെക്ക് നടത്തിയിട്ടുണ്ട്. അത്രേ മാറ്റുള്ളൂ. പക്ഷെ സംഭവം നടക്കുന്നതൊക്കെ സെയിം തന്നെയാണ്. P0 ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾക്ക് പെർമിഷൻ കൊടുക്കാതിരിക്കുക. പെർമിഷൻ ഡിനേ ചെയ്തിട്ട് ഒരാൾ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ആൾ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. Then another notable atomic operation that can be used to provide mutual exclusion of data structure is compare and swap. അടുത്ത ഈ പറയാനുള്ളത് കമ്പയർ ആൻഡ് സ്വാപ്പ് ആണ്. ഇതാദ്യം എന്താ വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യും എന്നിട്ട് അത് സ്വാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മീൻ ചെയ്യുന്നത്. കമ്പയർ ആൻഡ് സ്വാപ്പ് ഇൻസ്ട്രക്ഷൻസ് ഓപ്പറേറ്റ്സ് ഓൺ 3 ഓപ്പറൻസ് ആൻഡ് ഡിഫൈൻ ആസ് ഫോളോസ്. എങ്ങനെയൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇൻ കമ്പയർ ആൻഡ് സ്വാപ്പ് ഇൻറ്റ് ലോക്ക്, ഇൻറ്റ് എക്സ്പെക്റ്റഡ്, ഇൻറ്റ് ന്യൂ വാല്യൂ. എന്നിട്ട് ലോക്കിലുള്ള വാല്യൂ ടെമ്പററി കൊടുക്കും. എന്നിട്ട് ലോക്ക് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ആണെങ്കിൽ ലോക്ക് ഈക്വൽ ടു ന്യൂ വാല്യൂ, ലോക്കിന് ന്യൂ വാല്യൂ കൊടുക്കും, റിട്ടേൺ ടൈം. ഇതാണ് അതിനകത്ത് നടക്കാത്ത ഇൻസ്ട്രക്ഷൻ. നമ്മൾ നേരത്തെ മറ്റേറ്റും പറഞ്ഞില്ലായിരുന്നോ, ബൂളിയൻ്റെ അതേപോലെ നമ്മൾ ജസ്റ്റ് അസൈൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വാല്യൂക്ക് ടാർഗറ്റിൻ്റെ വാല്യൂ കൊടുക്കും, എന്നിട്ട് ടാർഗറ്റിക്ക് ട്രൂ കൊടുക്കും, എന്നിട്ട് റിട്ടേൺ വാല്യൂ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ലോക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നടക്കുമ്പോൾ എങ്ങനെയാണ്, കമ്പാരിസണും കൂടെ നടത്തുന്നുണ്ട്. ലോക്ക് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ആണ് കൊടുത്തിട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് വരുത്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനും കൂടെ ചിലർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനാ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പോകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനാ പറഞ്ഞതെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ജാഗ്രത ഇങ്ങനെ പറഞ്ഞു പോയി, പക്ഷേ എനിക്കിപ്പോൾ ഡൗട്ട് അങ്ങനെ ചിലർക്ക് ഉണ്ടോ. അതായത് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ലോക്ക് ഫാൾസ് എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ലോക്ക് ഫാൾസ് ആണെങ്കിൽ ഇവർ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടീം എന്താണ് വെയിറ്റിംഗ് ലൂപ്പിലുണ്ട്. അതായത് ഇവിടെ ഇത് കറക്റ്റ് ആയാൽ എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പീറ്റേഴ്സൺസിലും പറയുന്നുണ്ട് അതേപോലെ. കാരണം ഇതിനകത്ത് വേറൊരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അവർക്ക് ചാൻസ് കിട്ടിയാൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് മറ്റേ ആളെ കോൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ ടെസ്റ്റ് ആൻഡ് സെറ്റ് ബ്രാക്കറ്റിൽ ലോക്ക് എന്നിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോൾ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻവോക്ക് ചെയ്യാണ്. എന്തോ ഒരു സംഭവത്തെ ഇൻവോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ലോക്ക് ഇവിടെയും ഫാൾസ് ആണ്, താഴെയും ഫാൾസ് ആണ്.
അപ്പോൾ ലോക്ക് ഫാൾസ് ആണെങ്കിൽ ലോക്ക് ട്രൂ ആകുന്ന എന്തോ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥ നടക്കുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ലോക്ക്. കാരണം എന്താണ്, ഈ ഒറ്റ സെൻറ്റൻസ് കോൾ ചെയ്യുന്നത് ഈ ഒരു കോഡിനെയാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കോഡ് ഇങ്ങനെ നമുക്ക് എന്താ അതിനകത്ത് നടക്കണമെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടുള്ളൂ. അപ്പോൾ കണ്ടോ, കാണിച്ചു തരാം. ബൂളിയൻ ടെസ്റ്റ് ആൻഡ് സെറ്റ്, ബൂളിയൻ ടാർഗറ്റ്. നമ്മളിവിടെ എന്തോ ഒന്ന് ഫംഗ്ഷനിങ് നടക്കുന്നുണ്ട്. അതായത് ബൂളിയൻ എന്ന വേരിയബിൾക്ക് നമ്മൾ ടാർഗറ്റ് കൊടുത്തത്, ടാർഗറ്റ് നമ്മൾ ട്രൂ ആക്കി എന്നിട്ട് ആ വാല്യൂനെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ ട്രൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റുമേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാർഗറ്റ് ട്രൂ ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ലോക്ക് ട്രൂ ആണ്. അപ്പോൾ ലോക്ക് എപ്പോൾ ട്രൂ ആവുന്നോ അപ്പോൾ ഈ വെയിറ്റിങ്ങിലുള്ള ആൾ പെർഫോം ചെയ്യും. ഓക്കെ, അത് മനസ്സിലായില്ല. അത് ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ അവിടെ പറഞ്ഞപ്പോഴാണെങ്കിൽ ചിലർക്ക് ഇവിടെ ഡൗട്ട് വന്നോ എന്നൊരു ഡൗട്ട്. ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ വീഡിയോ ആദ്യം തൊട്ടെടുക്കാൻ തന്നെ റിസ്ക് ആട്ടോ, അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. കാരണം ഓരോ റിസ്ക്കുകളാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ ജസ്റ്റ് മനസ്സിലായില്ല. ലോക്ക് ഫാൾസ് ആണെങ്കിൽ ഒരാൾ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കുന്നതോടുകൂടി, അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യും കേട്ടോ. ഇത് പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കുന്നതോടുകൂടി ഇത് പെർഫോം ചെയ്യും, ട്രൂ ആവും, നെക്സ്റ്റ് ആൾക്ക് ചാൻസ് കൊടുക്കും. അതേപോലെയാണ് ഇവിടെയും ചെയ്യുമ്പോൾ ആരെ വിളിക്കുക, ഇവരെ വിളിക്കുക. അതായത് ഇവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തുള്ള ആളെ വിളിക്കും, ഇവിടെ നടക്കുമ്പോൾ ഇപ്പുറത്തുള്ള ആളെ വിളിക്കും. പക്ഷേ മൂന്നാമതൊരാളെ വിളിക്കാൻ വേറെ പ്രോസസ്സുകളില്ല. നമ്മൾ പീറ്റേഴ്സൺസ് അൽഗോരിതത്തിൽ പറഞ്ഞാൽ രണ്ട് പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. കാരണം ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ പറഞ്ഞില്ലല്ലോ എന്നൊരു ഓർമ്മ. അപ്പോൾ സോറി, ഞാൻ തൊട്ട് ഇനി എടുക്കുന്നില്ല, 10-15 മിനിറ്റായി. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടെ നമ്മൾ ജസ്റ്റ് അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യും, ലോക്ക് എക്സ്പെക്റ്റഡ് ആണോ നോക്കും. എക്സ്പെക്റ്റഡ് ആണെങ്കിൽ ലോക്കിന് ന്യൂ വാല്യൂ കൊടുക്കും കേട്ടോ. ഇത് നമ്മൾ കമ്പയർ ആൻഡ് സ്വാപ്പിൻ്റെ കേസാണ് പറയുന്നത്. ഇനി ഓപ്പറൻറ്റ് ലോക്ക് ഈസ് സെറ്റ് ടു ന്യൂ വാല്യൂ ഓൺലി ഇഫ് ദ എക്സ്പ്രഷൻ എക്സ്പെക്റ്റഡ് ഈസ് ട്രൂ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഓൾവേസ് റിട്ടേൺസ് ദ ഒറിജിനൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ ലോക്ക്. അല്ലെങ്കിൽ എന്തായിരുന്നോ വാല്യൂ ഉണ്ടായിരുന്നോ അത് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കും. ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓട്ടോമാറ്റിക്കലി. ദസ് ഇഫ് ടു കമ്പയർ ആൻഡ് സ്വാപ്പ് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് സിമിൾട്ടേനിയസ്ലി ഈച്ച് ഓൺ ഡിഫറെൻറ്റ് കോർ ആൻഡ് ദേ വിൽ എക്സിക്യൂട്ട് സീക്വൻഷ്യലി ഇൻ സം ആർബിട്രറി ഓർഡർ. നമ്മളെന്തൊരു പ്രത്യേക ഓർഡറിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. അതേപോലെ തന്നെ P0 P1 ആണ് ചെയ്യുന്നത്. അതിനകത്ത് ചെറിയ ചെറിയ മാറ്റമുള്ളൂ. ഒരു കേസിൽ നമ്മൾ പീറ്റേഴ്സൺസിൽ പറഞ്ഞ ജസ്റ്റ് നമ്മൾ മറ്റേനെ കോൾ ചെയ്യാണ്. ഇവിടെ ടെസ്റ്റ് ആൻഡ് സെറ്റിൽ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തിരുന്നത്, നമ്മൾ ലോക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ചെറിയ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്താണ് ചെയ്തത്. ഇവിടെ നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്, P0 ആദ്യം നമ്മൾ ലോക്ക് 0 ആയിരിക്കും, എന്നിട്ട് P0 സെറ്റ് ചെയ്ത് കൊടുത്തു. P0 പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് ഇവിടെ വെയിറ്റിങ്ങിൽ ആരാളുള്ളത്, കമ്പയർ ആൻഡ് സ്വാപ്പ് ലോക്ക് 0-1 കമ്പയർ ചെയ്യും. എങ്ങനെ 0 ലോക്ക് എന്താണ് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അതിലെങ്കിലോ 1 ആണെങ്കിൽ അതിനകത്ത് എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ചെയ്യുക കേട്ടോ. അത് രണ്ട് രീതിയിലും കൊടുക്കാം. ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആണ് കൊടുത്തത്, ഇനി ഈക്വൽ ടു 0 ആക്കിയിട്ടും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ കൊടുക്കും, എൻഡ് ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ കൊടുക്കും, ലോക്ക് ഈക്വൽ ടു 0 വീണ്ടും കൊടുക്കും. അതായത് ലോക്ക് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇയാൾ വർക്ക് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞ അതേപോലെ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കല്ലേ. ലോക്ക് ഈക്വൽ ടു 0 നമ്മൾ ഇനിഷ്യലി സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ ആ ലോക്ക് 0 ആണെങ്കിൽ P0 വർക്ക് ചെയ്യും. അതല്ല, അപ്പോൾ മറ്റേ ആൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. P1 വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ P0 ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വൈൽ ലൂപ്പിക്ക് വരുമ്പോൾ എന്ത് ചെയ്തു, ലോക്ക് 0-1 നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ 1 വരും. 1 വന്നാൽ അടുത്ത ആൾ P1 ചെക്ക് ചെയ്യും. അതായത് P0ൻ്റെ ഉള്ളിൽ നിന്ന് P1 വിളിക്കുക. അത്രേ ഉള്ളൂ സംഭവം. ഇതിനെക്കുറിച്ച് കുറേ നേരം തല പുകയരുത് കേട്ടോ, കാരണം മാത്രം നമുക്ക് വേറെ പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് കാര്യം ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള കഴിഞ്ഞ് നിങ്ങൾ മിസ് എടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു പോകണം. ജസ്റ്റ് കൺസെപ്റ്റുകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ഈ പ്രോസസ്സുകളൊന്നും വെച്ച് എഴുതണമെന്നൊന്നും ഇല്ല. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അറ്റൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി P1ൻ്റെ കേസ് വരുമ്പോഴാണ് തന്നെയാണ് P1 ആദ്യം 0 ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഇതിനകത്ത് ചേഞ്ചസ് ഉണ്ടെങ്കിൽ, അതായത് 1 ആണെങ്കിൽ ഇപ്പുറത്ത് പോകുന്ന ഇയാളെ വർക്ക് ചെയ്യും. അത്രേ ഇത് ജസ്റ്റ് മീൻ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ആക്കി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് കമ്പയർ ചെയ്തിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം, മറ്റടുത്ത് ഡയറക്റ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ പല രീതിയിൽ തോന്നും, കാരണം അവർ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ കൺസെപ്റ്റ് ജസ്റ്റ് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. കമ്പയർ ആൻഡ് സ്വാപ്പ്, കമ്പയർ ചെയ്യുക എന്നിട്ട് അങ്ങോട്ട് സ്വാപ്പ് ചെയ്ത് കൊടുക്കുക. ഗ്ലോബൽ വേരിയബിൾ ലോക്ക് ഈസ് ഡിക്ലെയർ ആൻഡ് ഇറ്റ് ഈസ് ഇനീഷ്യലൈസ് ടു 0. ലോക്ക് എന്തായാലും 0 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മളിപ്പോൾ ഈ നമുക്ക് കാണിച്ചത് അത് പറയാം കേട്ടോ, അല്ലാതെ കൂടുതലൊന്നുമില്ല. ദ ഫസ്റ്റ് പ്രോസസ് ദാറ്റ് ഇൻവോൾവ് കമ്പയർ ആൻഡ് സ്വാപ്പ് വിൽ സെറ്റ് ലോക്ക് ടു 1. ഫസ്റ്റ് എന്ത് ചെയ്തു, ലോക്ക് 1 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇറ്റ് വിൽ ഓപ്പൺ എൻ്റർ ദിസ് ക്രിട്ടിക്കൽ സെക്ഷൻ ബിക്കോസ് ദ ഒറിജിനൽ വാല്യൂ ഓഫ് ലോക്ക് വാസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് വാല്യൂ 0. എക്സ്പെക്റ്റഡ് വാല്യൂ 0 ആയിരിക്കും. പക്ഷേ 1 ആകുമ്പോൾ മറ്റേ ആൾ വർക്ക് ചെയ്യും. 0 ആകുമ്പോൾ ആരാണോ ചെയ്യുന്നത് അവർ തന്നെ വർക്ക് ചെയ്യും.
Subsequent calls to compare set will not be succeed because log now is not equal to expected value 0. When a process exceeds its critical section, it set log back to 0, which allows another process to enter its critical section. അതായത് നമ്മൾ പറഞ്ഞു P0 നമ്മൾ പറഞ്ഞ കാര്യങ്ങളില്ല, ലോക്ക് 0 ആണ്, അപ്പോൾ അയാൾ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ വെയിറ്റിങ്ങിലുള്ള ആരാളാണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്, അതായത് 1 ആവുമ്പോൾ മാത്രം നമ്മുടെ P1 എക്സിക്യൂട്ട് ചെയ്യും. അതാണ് P0ൻ്റെ കേസിൽ നടക്കുക. P1ൻ്റെ കേസ് നടക്കുമ്പോൾ 0 ആണെങ്കിൽ P1 എക്സിക്യൂട്ട് ചെയ്യും. അതല്ല നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ അവസ്ഥ വരുമ്പോൾ P0 എക്സിക്യൂട്ട്. അതായത് ഇതിനുള്ളിൽ നിന്ന് മറ്റേ ആളെ കോൾ ചെയ്യുക, അത്ര ഇവിടെ ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും മസ്റ്റ് ആട്ടോ. അതൊക്കെ പറയുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറയണം, എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറയണം. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എനി നമ്പർ ഓഫ് പ്രോസസ് ഓൺ ഐദർ എ സിംഗിൾ പ്രോസസ്സർ ഓർ മൾട്ടി പ്രോസസ്സർ ഷെയറിംഗ് മെയിൻ മെമ്മറി. ഇത് ഏത് ടൈപ്പ് പ്രോസസ്സർ, എത്ര എനി നമ്പർ ഓഫ് പ്രോസസ്സുകൾക്കും അപ്ലിക്കബിൾ ആണ്. അതിന് സിംഗിൾ പ്രോസസ്സർ ആവട്ടെ, മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ആവട്ടെ, ഷെയറിംഗ് മെമ്മറി ഏത് രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും, മൾട്ടിപ്പിൾ പ്രോസസ്സർ ആയാലും ശരി, സിംഗിൾ പ്രോസസ്സർ ആയാലും ശരി, ഇത് പോസിബിൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം അപ്ലിക്കബിൾ ആണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ദെയർ ഫോർ ഈസി ടു വെരിഫൈ. അതായത് ഇങ്ങനെ നമ്മൾ അഡ്വാൻറ്റേജസ് കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരു സിമ്പിളാണ് വെരിഫൈ, കാരണം നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അഡ്വാൻറ്റേജസ് എഴുതാട്ടോ. ഞാൻ സിമ്പിളാക്കി പറയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സിമ്പിളാണ്, ഈസി ടു വെരിഫൈ ആണെന്നറിയാം. അതേപോലെ എത്ര നമ്പർ ഓഫ് പ്രോസസ്സുകൾ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ P0യും P1ഉം വരെ മാത്രമേ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ എന്നാണ് ഐ തിങ്ക് സോ. പക്ഷേ ഏത് ടൈപ്പ് പ്രോസസ്സറിലും ഇത് അപ്ലിക്കബിൾ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതായത് സിംഗിൾ പ്രോസസ്സറിലും ഇത് പോസിബിൾ ആണ്, അങ്ങനെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിലും അപ്ലിക്കബിൾ ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സപ്പോർട്ട് മൾട്ടിപ്പിൾ ക്രിട്ടിക്കൽ സെക്ഷൻസ്. നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ക്രിട്ടിക്കൽ സെക്ഷൻസ് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. സം ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ബിസി വെയിറ്റിംഗ് ഈസ് എംപ്ലോയിഡ്. ദ പ്രോസസ് വെയിറ്റിംഗ് ആക്സസ് ടു ക്രിട്ടിക്കൽ സെക്ഷൻ ഇറ്റ് കണ്ടിന്യൂ കൺസ്യൂം പ്രോസസർ ടൈം. ഒരാളിങ്ങനെ ബിസി വെയിറ്റിംഗിൽ നിൽക്കുമ്പോൾ മുന്നേ നമ്മൾ പറഞ്ഞതേ പ്രശ്നം തന്നെയാണ്, പ്രോസസ്സറിൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് പോവുകയാണ് ഇയാൾക്ക് വേണ്ടിയിട്ട്. പിന്നെ സ്റ്റാർവേഷൻ ഈസ് പോസിബിൾ വെൻ എ പ്രോസസ് ലീവ്സ് എ ക്രിട്ടിക്കൽ സെക്ഷൻ ആൻഡ് മോർ ദാൻ വൺ പ്രോസസ് വെയിറ്റിംഗ്. ദ സെലക്ഷൻ ഓഫ് വെയിറ്റിംഗ് പ്രോസസ് ആർബിട്രറി. ദ സം പ്രോസസ് കുഡ് ഇൻഡിഫിനിറ്റ്ലി ഡിനൈഡ് ആക്സസ്. അതായത് അവരിങ്ങനെ വെയിറ്റിങ്ങിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് കഴിഞ്ഞിട്ട് അടുത്താൾക്ക് ചെയ്യാൻ പറ്റുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ചിലർ എന്ത് ചെയ്താണ് വെയിറ്റിങ്ങിൽ നിൽക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളതും പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞ അവസ്ഥ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ. അതായത് P1ഉം P2 എല്ലാവരും കൂടെ നമ്മുടെ റിസോഴ്സിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ റിസോഴ്സിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ എല്ലാവരും സെയിം റിസോഴ്സാണ് ആവശ്യമെങ്കിൽ എല്ലാവരും അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, മൊത്തത്തിൽ ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് P1 ടെസ്റ്റ് ആൻഡ് സെറ്റ് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ P2നെ ഇൻ്ററപ്റ്റ് ചെയ്യുമ്പോൾ ആർക്കാണ് ആർക്കാണ് ഹയർ പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഓൽക്ക് ചാൻസ് കൊടുക്കുക. അങ്ങനെ ചാൻസ് കൊടുക്കുമ്പോൾ മറ്റേ ആൾക്ക് പിന്നെ ചാൻസ് കിട്ടാതാവുക. അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡായി പോകുന്ന ഒരു ഡെഡ് ലോക്ക് ഇഷ്യൂ അതും ഒരു പക്ഷേ ഇതിനകത്ത് ഉണ്ടാവാം. ഇത്രയാണ് നമ്മളുടെ ഹാർഡ്വെയർ സൊല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കൊരു സെമാഫർ സൊല്യൂഷനും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഹാർഡ്വെയർ സൊല്യൂഷൻ സിമ്പിളാക്കി ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് മെഷീൻ ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ എങ്ങനെ ക്രിട്ടിക്കൽ സെക്ഷന് സൊല്യൂഷൻ കാണാം എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പ് പറയുന്നുണ്ട്, ടെസ്റ്റ് ആൻഡ് സെറ്റും പറയുന്നുണ്ട്, കമ്പയർ ആൻഡ് സ്വാപ്പും പറയുന്നുണ്ട്. ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനകത്ത് മറ്റേ പ്രോസസ്സിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് P0ക്കകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും, P1 ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ P0നെ എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ P1ൻ്റെ കേസ് പറയുമ്പോൾ അതെന്ത് ചെയ്യും, P1 എക്സിക്യൂട്ട് ചെയ്യും. അതിനിടയിൽ വെയിറ്റ് ചെയ്ത ആൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റ് ആൻഡ് സെറ്റ് ചെയ്തിട്ട് അവർക്ക് ചാൻസ് കൊടുക്കും. അതേ സംഭവം തന്നെ കമ്പയർ ആൻഡ് സ്വാപ്പിൽ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻ കൂടെ കൊടുക്കണം. അതായത് നമ്മൾ ഇൻസ്ട്രക്ഷൻസിലാണ് ചെറിയ ചേഞ്ചസ് വരുത്തുന്നത്, അതായത് മൊത്തത്തിൽ സ്ട്രക്ചറിലൊന്നും ഒരു മാറ്റം വരുന്നില്ല. അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ കമ്പയർ ആൻഡ് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ നമുക്ക് അവിടെ കമ്പയർ ചെയ്യാനുള്ളത്, എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക അത് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. ജസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ ഒരു ചേഞ്ച് വരുന്നതോടുകൂടി 2 ടൈപ്പായിട്ട് ഇത് മാറി. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതേപോലെ പിന്നെ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ എഴുതാന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മോഡലിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതിയാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന് അവർക്ക് എഴുതിക്കോളും. അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിലും കേട്ടോ ഈ പ്രോസസ്സൊക്കെ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ എഴുതിയാൽ തെറ്റുമെന്നാണെങ്കിൽ ഒരിക്കലും അങ്ങനെ എഴുതരുത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ കുറേ കണ്ടൻറ്റ് എഴുതി ഇങ്ങനെ കോഡ് എഴുതിയാൽ കോഡായിരിക്കും അവർ ശ്രദ്ധിക്കുക. അപ്പോൾ കോഡുമ്പോൾ മാർക്ക് പോകും. അതുകൊണ്ട് അറിയെങ്കിൽ കോഡ് എഴുതുക, അറിയില്ലെങ്കിൽ എഴുതണ്ട കേട്ടോ. കാരണം ഇതൊക്കെ OSലൊക്കെ പ്രത്യേകിച്ച് കോഡിനല്ല ഇമ്പോർട്ടൻസ്, അതിനപ്പുറം നിങ്ങൾക്ക് തിയറി അറിയുമോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്.
പിന്നെ നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞു, സിമ്പിളാണ്, ഈസിയാണ്, മൾട്ടിപ്പിൾ ക്രിട്ടിക്കൽ സെക്ഷൻ സപ്പോർട്ട് ചെയ്യും, അതേപോലെ മൾട്ടി പ്രോസസ്സർ സിംഗിൾ പ്രോസസ്സറിലൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എല്ലാ കേസിലുള്ള പോലെ ഇതിനുണ്ട്. ബിസി വെയിറ്റിംഗ് നടക്കുന്നുണ്ട്, സ്റ്റാർവേഷൻ നടക്കുന്നുണ്ട്, ഡെഡ് ലോക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് സിമ്പിളാക്കിയിട്ടും പഠിക്കാം, കുറച്ച് ടഫാക്കിയിട്ടും പഠിക്കാം. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കാണ് മുഖ്യം. അപ്പോൾ എന്ത് ചെയ്യുക, സ്മാർട്ട് വർക്കായിട്ട് കൺസെപ്റ്റുകളൊക്കെ ജസ്റ്റ് ക്ലിയർ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പോയിൻ്റൊക്കെ എഴുതി വെച്ചിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ദെൻ ഓക്കെ, താങ്ക് യു. എന്നാൽ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.